ഒരു കാര്യം ഞാൻ പറയാം, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഈ വീഡിയോ ഫുള്ള് കാണാം. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതാണ്, പണ്ട് കുറച്ച് സ്ഥലം മേടിച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ പണ്ട് കുറച്ച് ബിറ്റ് കോയിൻ മേടിച്ചിട്ടായിരുന്നു, കുറച്ച് സ്റ്റോക്ക് മേടിച്ചിട്ടായിരുന്നു, അങ്ങനെ നമ്മൾ എപ്പോഴും ചിന്തിക്കും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്തില്ല? കാരണം നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ ആരും നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നില്ല. ആൻഡ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അതേപോലെ ഭാവിയിൽ ഒരു റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ പോകുന്നത്. വീഡിയോ ഫുള്ള് കാണുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ദുബായിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ദുബായ് സൗത്ത് ആണ്. എന്തുകൊണ്ടാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടുള്ള അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായ് സൗത്തിലാണ് വരുന്നത്. ആൻഡ് ആ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടിയാലോ? കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് മോൾ ആയിട്ടുള്ള ഒരു ലുലു മോൾ അവിടെ വന്നപ്പം എടപ്പള്ളിയിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ എല്ലാവരും നമ്മൾ കണ്ടതാണ്. ഓക്കെ, ലാൻഡിന്റെ വില കൂടി, അപ്രീസിയേഷനായി, റെന്റൽസായി, കൂടുതൽ ആൾക്കാർ വന്നു, എടപ്പള്ളി മൊത്തം ഡെവലപ്പായി. അതും കേരളത്തിലൊരു മോൾ വന്നപ്പോൾ മാത്രം. സോ നോർത്ത് നോക്കിയേ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് ആയിട്ടുള്ള ഒരു എയർപോർട്ട് നമ്മുടെ ദുബായിൽ വരുമ്പോൾ അതിന്റെ ചുറ്റും നടക്കാൻ പോകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ആ ഒരു പുതിയ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ദമാക്ക് വന്നിരിക്കുന്നത്. അതും ജസ്റ്റ് വെറുതെ ഒരു അപ്പാർട്ട്മെന്റ് അല്ല, ഒരു വാട്ടർ ഫേസിംഗ് അപ്പാർട്ട്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് മന്ത്ലി ഒരു 2500 ദിറംസ് അല്ലെങ്കിൽ നാട്ടിലൊരു 60,000 രൂപ നിങ്ങൾക്ക് മന്ത്ലി അടയ്ക്കാൻ പറ്റുവാണെങ്കിൽ, ഇതിനിടയ്ക്ക് ബുള്ളറ്റ് പേയ്മെന്റ് ഉണ്ടോ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് എന്റെ നമ്പറിൽ വിളിച്ചോ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം.